നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവ്യേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവ് എന്താച്ചാല് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉതകുന്ന ഒന്നിനെ കുറിച്ചാണ്. ഈ പതിവ് നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങളുടെ നീണ്ട നാളായിട്ടുള്ള ആഗ്രഹം നിറവേറുന്നതിനായിട്ടുള്ള ഒരു എളിമയാർന്ന ഒരു വഴി. ഈ ഒരു വഴിപാട് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടിയത്, മറക്കാതെ നിങ്ങൾ ഓർമ്മ വച്ച് കണ്ടിന്യൂസ്ലി തുടർച്ചയായി 33 ദിവസം ഞാൻ പറയുന്ന ഒരു ചെറിയ വിഷയം നിങ്ങൾ ചെയ്യുക. നമ്മുടെ ചാനലിൽ വന്നിട്ട് നിറയെ സ്വിച്ച് വേർഡ്സ്, ഏഞ്ചൽ നമ്പർ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വകയില് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിക മുഖ്യமான ഒരു അത്ഭുതപ്പെടുത്തുന്ന നമ്പര്. ഈ നമ്പര് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാല്, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മൾ എന്ത് മനസ്സിൽ കരുതുന്നുവോ, നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതിന് പ്രത്യേകമായിട്ട് ഉപയോഗിക്കേണ്ടിയത്. സോ ഈ നമ്പർ വന്നിട്ട് നമ്മൾ ശരിയായ മുറയിൽ യൂസ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം, അത് ചെറുതായാലും ശരി, അതല്ല വലിയ ഒരു ആഗ്രഹമായിരുന്നാലും ശരി, ഷോർട്ട് ടേം ഗോളെന്നും ലോങ് ടേം ഗോളെന്നും എല്ലാം പറയില്ലേ, അതുപോലെ ഏതായിരുന്നാലും ശരി, ഇത് വന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങൾക്കത് ഉദവുമെന്ന് അർത്ഥം. ഇത് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരുവിധ റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. യാതൊരു കെട്ടുപാടുകളും ഇല്ല. കുളിച്ചിട്ടേ ചെയ്യാവൂ എന്നോ, പീരീഡ്സ് ടൈമിൽ ചെയ്തുകൂടാ എന്നോ, അതല്ല നോൺ വെജ് കഴിച്ചിട്ട് ചെയ്തുകൂടാ എന്നോ അങ്ങനെ ഒന്നുമില്ല. എന്താ വെച്ചാല് ഓരോ നമ്പറിനും ഓരോരോ അത്ഭുതങ്ങൾ ഉണ്ടാക്കാനുള്ള, ഓരോരോ എന്താ പറയുക, സക്സസ് വരാനായിട്ട് ഓരോ പോസിറ്റിവിറ്റി തരുന്ന ഓരോ കഴിവിരിക്കുന്നുണ്ട് ഓരോ നമ്പറിനും. സോ ആ നമ്പര് നമ്മൾക്ക് നോക്കുമ്പോഴോ അല്ലെങ്കിൽ അത് നമ്മൾ ഉച്ചരിക്കുമ്പോഴോ ശരി, അതിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻ എന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സിൽ എന്തിരിക്കുന്നുവോ അത് പൂർണ്ണമായും പോസിറ്റീവായിട്ട് നടക്കുന്നതിനുള്ള ഒരു പോസിറ്റിവിറ്റിയെ ഏർപ്പെടുത്തും. സോ നമ്മൾ വന്നിട്ട് ഒരു നമ്പര്, അത് വന്നിട്ട് നമ്മൾ ഉച്ചരിക്കുമ്പോഴായാലും ശരി, എഴുതുമ്പോഴായാലും ശരി, നമുക്ക് കിട്ടുന്ന പവർ എന്ന് പറയുന്നത് അത് ഭയങ്കര വലുതായിരിക്കും. എല്ലാം ഇതിന്റെ നേർമയിൽ പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന ആ നമ്പർ ഏതാന്ന് ചോദിച്ചാല് 1176. അതെ, ഈ 1176 എന്ന ഈ ഒരു നമ്പർ വന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ ഒത്തിരി മുഖ്യമായ പങ്ക് വഹിക്കുന്നത്. ഒരു ചില ആഗ്രഹങ്ങൾ നമ്മളൊക്കെ ഇരിക്കുമല്ലോ, അത് വന്നിട്ട് അയ്യോ അത് നടക്കുമോ നടക്കില്ലയോ എന്നുള്ള ഒരു മനസ്സിലൊരു വ്യാകുലത, സന്ദേഹവും നമുക്കിരിക്കും ഇല്ലേ? അങ്ങനെയുള്ള എല്ലാ സന്ദേഹത്തെയും സംശയത്തെയും ഇത് പൂർണ്ണമായിട്ടും നീക്കിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നോക്കി വർക്കൗട്ട് ചെയ്യും. ഇതിങ്ങനെ പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് വന്നിട്ട് അതിന് തയ്യാറായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സ് അതിന് തയ്യാറെടുപ്പിക്കും ഈ നമ്പേഴ്സ് വെച്ചിട്ട്. ഈ നമ്പർ വന്നിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന മെത്തേഡ് വന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ്ലി 33 ദിവസം നിങ്ങൾ ഫോളോ ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് വരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ പല വർഷങ്ങളായിട്ട് നിറവേറാത്ത ഒരു ആഗ്രഹം എല്ലാം, അത് എപ്പോ എടുത്തു വെച്ചാലും തടസ്സം മാത്രമേ വരുന്നുള്ളൂ. സോ അത് വേണ്ടാന്ന് വിട്ട ഒരു വിഷയമായിരുന്നു. അങ്ങനെ ഒരു ചില വിഷയങ്ങൾ കൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടന്നു കിട്ടും. ഇനി വന്നോളൂ, അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രം, ജസ്റ്റ് ഒരു വൈറ്റ് ഷീറ്റ് പേപ്പർ എടുത്തോളുക. സൈസ് വന്നിട്ട് വലുതായിട്ടും എടുക്കാം, ചെറുതായിട്ടും എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളുക. എടുക്കുന്ന പേപ്പറിന്റെ സൈസിനനുസരിച്ച് നിങ്ങൾ അതിനുള്ളിൽ ഒരു റൗണ്ട് വട്ടം വരയ്ക്കുക. ഇതിനെ നമ്മൾ എനർജി സർക്കിൾ എന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഈ വട്ടത്തിനുള്ളിൽ 1176 എന്ന നമ്പർ എഴുതിക്കൊള്ളുക. എന്നിട്ട് അതിന്റെ താഴെയായിട്ട് നിങ്ങളുടെ ആഗ്രഹം അതെന്താണെന്ന് എഴുതുക. ഇപ്പോ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് ഒരു ലോങ് ടേം ഗോള് എന്ന് വെച്ചാൽ ഇതിന് ഒത്തിരി നാളെടുക്കും. ഷോർട്ട് ടേം ഗോൾ എന്നും ലോങ് ടേം ഗോൾ എന്നും ഇരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോ ഷോർട്ട് ടേം ഗോൾ എന്നാല് ഒരു മാസത്തിൽ എനിക്ക് ഇത്ര കിലോ വെയിറ്റ് കുറയ്ക്കണം, അത് വന്നിട്ട് ഷോർട്ട് ടേം ഗോളിലാണ് ഉൾപ്പെടുന്നത്.
എന്നാൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ ഒരു തവണ മാത്രം ചെയ്യുന്ന കാര്യം. അത് ഇത്തിരി താമസിച്ചേ നടക്കത്തുള്ളൂ. എന്നാൽ എന്ത് കാര്യമായിരുന്നാലും നിങ്ങൾ വന്നിട്ട് തുടർന്ന് ഒരു 33 ദിവസം നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ചെയ്തോളുക. ഇനി ഇത് ഏത് നാളിൽ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോ, നേരം, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ എപ്പോ ഇരുന്ന് ഈ വീഡിയോ കാണുന്നുവോ അപ്പോൾ ഇരുന്നേ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒന്ന് മാത്രം കണ്ടിന്യൂസ്ലി 33 ദിവസം ഇത് ചെയ്യണം. പിന്നെ വന്നിട്ട് ഇതുക്കുള്ളിൽ റൗണ്ട് ചെയ്ത് വരച്ചെഴുതുന്ന പേന, അത് വന്നിട്ട് ബ്ലാക്ക് മാത്രം നിങ്ങൾ എടുക്കാതിരിക്കുക, വേറെ ഏത് വേണോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോ റൗണ്ട് വരയ്ക്കുന്നില്ല, അതിന് എക്സാക്ട് റൗണ്ട് ആയിട്ട് വരണമെന്ന് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്തോളുക. ഇപ്പൊ വളകൾ വെച്ച് നിങ്ങൾക്ക് സർക്കിൾ വരയ്ക്കാം, ഇല്ലെങ്കിൽ ഫ്രീ ഹാൻഡ് വെച്ചിട്ടും നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ശരിയാ, ഒന്നും പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾ എഴുതിയിരിക്കുന്നില്ലേ ഈ ഒരു പേപ്പർ വന്നിട്ട് ഈ ഞാൻ പറഞ്ഞില്ലായിരുന്നോ 33 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യണമെന്ന്. നിങ്ങൾ ഈ എഴുതിയ പേപ്പർ എടുത്ത് ഡെയിലിയും നോക്കണം, ഈ 33 ദിവസവും നോക്കണം. ഓരോ ദിവസം നോക്കുമ്പോഴും നിങ്ങൾ കുറഞ്ഞത് 3 തവണ ഈ എഴുതിയിരിക്കുന്ന നമ്പരും നിങ്ങളുടെ ആവശ്യവും പറഞ്ഞോളുക. 1176 സ്വന്തം വീട്, 1176 സ്വന്തം വീട്. അതല്ല 1176 സ്വന്തം വീട്. ഏതോ ഒന്ന്, ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നിങ്ങൾ എഴുതി അത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഗവൺമെന്റ് ജോബ് ആണെങ്കിൽ അങ്ങനെ, വിദേശത്തേക്ക് ജോബ് ആണെങ്കിൽ അങ്ങനെ, കല്യാണ ജീവിതമാണെങ്കിൽ അത്, സന്തോഷമാണെങ്കിൽ, സമാധാനമാണെങ്കിൽ അത്, പണം വരാനാണെങ്കിൽ അത്. ഇപ്പൊ പർട്ടിക്കുലർലി ഒരാളിനെ നിങ്ങൾക്ക് കല്യാണം കഴിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ആളുടെ പേര് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങളുടെ ആവശ്യത്തെ, നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ ഈ റൗണ്ടിനുള്ളിൽ ചുരുക്കത്തിൽ എഴുതി വെക്കുക. വേറൊന്ന്, ഒരേ നേരത്തിൽ ഒരു റൗണ്ടിനുള്ളിൽ ഒരു ആവശ്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ, മൾട്ടിപ്പിൾ എഴുതാൻ പാടില്ല. വേറൊന്ന്, ഇത് ഏത് നേരത്തിൽ ഡെയിലി നമ്മൾ എടുത്ത് നോക്കി ഇത് ഉച്ചരിക്കണം എന്ന് ചോദിച്ചാല് ഒത്തിരി ബെസ്റ്റായ ടൈം എന്ന് പറയുമ്പോൾ ഏർലി മോർണിംഗ്, ബ്രഹ്മമുഹൂർത്ത നേരമാണ്. ആ സമയത്ത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വെളിയിൽ വരില്ല. പകുതി ഉറങ്ങിയിരിക്കും, പകുതി ഉണർന്നിരിക്കും. ആ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ആ നിലയിലാണ് നിങ്ങൾ ഇത് എടുത്ത് നോക്കിയിട്ട് ഉച്ചരിക്കേണ്ടത്. അതായത് എവിടെയും ഒരു ശബ്ദവും ഇല്ല, ഒന്നുമില്ല, അമേധിയായിരിക്കുന്ന ഒരു സമയം. അതുപോലെ തന്നെ വേറൊരു സമയം എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇല്ല, നിങ്ങൾക്ക് ഈ 2 സമയത്തും ചെയ്യാൻ പറ്റില്ല, ഉച്ചനേരത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ, ധാരാളമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം. ഈ പേപ്പർ വന്നിട്ട് നിങ്ങൾ ചെറിയ സൈസിലാണ് എടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാമിനേഷൻ ചെയ്തും വെക്കാവുന്നതാണ്. ഇല്ല, നിങ്ങൾക്ക് ഒരു ചാർട്ടിൽ എഴുതി വെക്കണമെങ്കിൽ ചാർട്ടിലും എഴുതി വെക്കാം. അല്ല, പേപ്പറിൽ എഴുതി വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മടിച്ചു വെക്കാവുന്നതാണ്. ശരിയാ, ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. ഓക്കെ, നിങ്ങളുടെ പേഴ്സിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. ഉറങ്ങുമ്പോൾ നിങ്ങളുടെ പില്ലോയ്ക്ക്, തലയണയ്ക്ക് അടിയിലായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ബ്യൂറോയിൽ സൂക്ഷിക്കാവുന്നതാണ്. കബോർഡിലൊക്കെ വെക്കുവാണെങ്കിൽ നിങ്ങളത് സ്റ്റിക്ക് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യമായിട്ട് തോന്നുന്നത് അവിടെ നിങ്ങൾ വെച്ചോളുക. ബട്ട് ഒന്നേ ഉള്ളൂ, 33 ദിവസം ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുക, മറക്കാതെ. ഇനി ഒരു ഡൗട്ട് വരാം, രാവിലെയും വൈകുന്നേരവും ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് 33 ഡേയ്സ് കംപ്ലീറ്റഡ് ആയി എനിക്ക് വന്നിട്ട് ഒന്നും പോസിറ്റീവായിട്ട് വന്നില്ല, അങ്ങനെയുള്ളവര് ഒരു 1 വീക്ക് ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇത് ഒരു 33 ദിവസം കൂടെ. തീർച്ചയായിട്ടും 2ാമത്തെ തവണ അല്ലെങ്കിൽ 3ാമത്തെ തവണ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടക്കും. ഇപ്പൊ ലോങ് ടേം ഗോൾ ആണെങ്കിൽ അതിനൊക്കെ ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇതൊരു എളിമയാർന്ന വഴിപാട്. ഇപ്പൊ ദൈവത്തിലൊന്നും വിശ്വാസമില്ല, ഞാൻ ദൈവത്തിനെ ആരാധിക്കില്ല, എനിക്കൊന്നും നടത്തി തരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള മെന്റാലിറ്റി ഉള്ളവർക്കും ഇത് ധാരാളമായി ചെയ്യാവുന്നതാണ്. കാരണം ഇതിൽ പൂജ ചെയ്യേണ്ട ആവശ്യമില്ല, ദീപം വയ്ക്കേണ്ട, മന്ത്രം ചൊല്ലണ്ട, ഒന്നും വേണ്ടിയതില്ല. ഏത് മതത്തിലുള്ളവർക്കും ധാരാളമായിട്ട് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ശരി, ഇനി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു. ഈ പേപ്പർ നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാല് ഇത് നിങ്ങൾ ഭദ്രമായിട്ട് ഈ പേപ്പർ സൂക്ഷിച്ചോളുക. കാരണം ഇതുമൂലമാണ് നമ്മുടെ ആവശ്യം, ആഗ്രഹം, കനവ്
നിറവേറി കിട്ടിയത്. സോ ഈ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത് വന്നിട്ട് വീണ്ടും ഒരു വേണ്ടുതൽ ഇരിക്കുന്നു, ഒരു ആവശ്യം ഇരിക്കുന്നു എന്നുള്ള ഒരു മനസ്സിന് ഒരു തോന്നൽ വരും. ഇത് നിങ്ങൾ നോക്കുമ്പോഴേ അത് നിറവേറി എന്നുള്ള ഒരു തോന്നലേ നിങ്ങളുടെ മനസ്സിന് വരും. അപ്പോൾ ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.